ശ്രീ വിനു കിരിയത്ത്, സദസ്സിലിരിക്കുന്ന ഗുരുതുല്യരായിട്ടുള്ള പ്രവർത്തകന്മാർ, അയ്യപ്പ ഭക്തരായിട്ടുള്ള ആളുകൾ, സംഘടനയുടെ സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ, എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് നീട്ടിക്കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല. 2-3 കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇവിടെ ഈ സമയത്ത് നിൽക്കുന്നത് വലിയ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടിയിട്ടാണ്. കാരണം ഒന്നാമത്തെ കാര്യം, ഇവിടെ മുമ്പിലിരിക്കുന്ന രാജേട്ടൻ വർഷങ്ങൾക്ക് മുമ്പ് 1990 ചെന്നിത്തലയിൽ നടന്നിട്ടുള്ള സംഘശിക്ഷാവർഗത്തിന്റെ മുഖ്യശായിരുന്നു. ആ ക്യാമ്പിൽ കണ്ടതിന് ശേഷം ഇന്നാണ് രാജേട്ടൻ എനിക്ക് തോന്നുന്നു ഞാൻ കാണുന്നത്. അപ്പൊ രാജേട്ടന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കാൻ സാധിക്കുന്നതിന് ഒരു അഭിമാന നിമിഷമായിട്ട് കരുതുന്നു. രണ്ടാമത്, വർഷങ്ങൾക്ക് മുമ്പ് 5-8 വർഷങ്ങൾക്ക് മുമ്പ് ശബരിമല പ്രക്ഷോഭം നടക്കുന്ന സമയത്ത് 2018 ശബരിമലയിൽ 2018 നവംബർ മാസം 18-ാം തീയതി രാത്രി ശരണം വിളിച്ചതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിലടയ്ക്കപ്പെട്ട് തിരിച്ചിറങ്ങി ആയിരക്കണക്കിന് അയ്യപ്പ ഭക്തന്മാരുടെ നടുവിൽ കൂടി ഈ വീതിയിൽ കൂടിയാണ് ഞാനും നടന്നു വന്നത്. ആ തിരുവനന്തപുരത്ത് വീണ്ടും അയ്യപ്പ ഭക്തന്മാരുടെ സംഘടനയായിട്ടുള്ള ശബരിമല അയ്യപ്പ സേവാ സമാജത്തിന്റെ സംസ്ഥാന ചുമതലയിൽ നിന്നുകൊണ്ട് ഈ ഇരിക്കുന്ന ആളുകളെയൊക്കെ കാണാൻ സാധിക്കുന്നതും ഒരു അഭിമാനവും സന്തോഷവും നൽകുന്ന ഒരു നിമിഷമാണ്. ശബരിമല അയ്യപ്പ സേവാ സമാജം 2008 മുതൽ കഴിഞ്ഞ 18 വർഷമായി കേരളത്തിൽ പ്രവർത്തിക്കുന്നു. 18 വർഷം ശബരിമലയെ സംബന്ധിച്ചിടത്തോളം 18-ന് വലിയ പ്രാധാന്യമുണ്ട്. 18 പടികളും 18 മലകളെയും കുറിച്ച് പറയുന്ന ശബരിമല, ആ ശബരിമലയിൽ ഭഗവാൻ അയ്യപ്പനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ലോകമെമ്പാടുമുള്ള മലയാളികൾക്കിടയിൽ, അയ്യപ്പ ഭക്തന്മാർക്കിടയിൽ പ്രവർത്തിക്കുന്ന ശബരിമല അയ്യപ്പ സേവാ സമാജത്തിന്റെ 18ാമത്തെ വാർഷിക സമ്മേളനം കൂടിയാണ് വരുന്ന മെയ് മാസം 10-ാം തീയതി ചെങ്ങന്നൂരിൽ നടക്കാൻ പോകുന്നത്. സംസ്ഥാനതല വാർഷിക സമ്മേളനം. ഈ വാർഷിക സമ്മേളനം നടക്കുന്ന സമയത്ത് കഴിഞ്ഞ വർഷം ഈ പുതിയ ഭരണസമിതി വന്ന സമയത്ത് തീരുമാനിച്ചു, ഈ 18ാമത്തെ വർഷം സംഘടനയുടെ കരുത്ത് വർദ്ധിപ്പിക്കൽ, മറ്റു വലിയ പരിപാടികൾക്കപ്പുറം സംഘടനയുടെ കരുത്ത് വർദ്ധിപ്പിക്കണം, അതിന്റെ അടിത്തറ ഉറപ്പിക്കണം എന്നുള്ള ആ ഒരു ലക്ഷ്യത്തിലാണ് കഴിഞ്ഞ 1 വർഷം സംഘടനാ പ്രവർത്തനം നടത്തിയത് എല്ലാവരും. അതിന്റെ അടിസ്ഥാനത്തിൽ കേരളം മുഴുവൻ കഴിഞ്ഞ 3-4 മാസങ്ങളായി എല്ലാ താലൂക്ക് 78 റവന്യൂ താലൂക്കുകളിലും താലൂക്ക് സമിതികൾ രൂപീകരിച്ചു. അയ്യപ്പ സേവാ സമാജത്തെ സംബന്ധിച്ച് 15 ജില്ലകളാണ്. 15 ജില്ലകളിലും ജില്ലാ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. 3-ാം തീയതിയോടുകൂടിയിട്ട് 15 ജില്ലകളിലും ജില്ലാ സമ്മേളനങ്ങൾ പൂർത്തീകരിച്ച പുതിയ ജില്ലാ സമിതി അധികാരത്തിൽ വരും, ചുമതലയേറ്റെടുക്കും. അങ്ങനെ സംഘടനയുടെ അടിത്തറ ഉറപ്പിക്കുന്ന പ്രവർത്തനം പതിയെ ഒരു പൂർണ്ണതയിലേക്ക് എത്തുകയാണ്. ഇവിടെ ശബരിമല അയ്യപ്പ സേവാ സമാജം എന്തിനാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. എന്തിനു വേണ്ടിയാണ്? നിരവധി സംഘടനകൾ കേരളത്തിലുണ്ട്. സംഘപ്രസ്ഥാനങ്ങളിൽ തന്നെ ഹിന്ദു ഐക്യവേദിയും വിശ്വ ഹിന്ദു പരിഷത്തും ക്ഷേത്ര സംരക്ഷണ സമിതിയെയും പോലെയുള്ള പ്രസ്ഥാനങ്ങളുണ്ട്. അതിനിടയിൽ ഒരു ശബരിമല അയ്യപ്പ സേവാ സമാജത്തിന്റെ പ്രസക്തി എന്താണ് എന്നുള്ള ഒരു ചോദ്യം പലപ്പോഴും പലർക്കും ഉയരാറുണ്ട്. ആദ്യത്തേത്, ആ പേരിൽ തന്നെ എന്താണ് സംഘടന എന്നുണ്ട്. ശബരിമല അയ്യപ്പ സേവാ സമാജം, ശബരിമല സേവ, അയ്യപ്പ സേവ, സമാജ സേവ. ശബരിമലയ്ക്ക് വേണ്ട പ്രവർത്തനങ്ങൾ ചെയ്യാൻ തയ്യാറുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ, അയ്യപ്പന്മാർക്ക് വേണ്ടിയിട്ടുള്ള സേവനം ചെയ്യുവാനുള്ള ഒരു സംഘാടന. 3, സമാജ സേവ. സമാജത്തിനുള്ളിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തനം. ഈ 3 മുഖങ്ങൾ വെച്ചുകൊണ്ടാണ് അയ്യപ്പ സേവാ സമാജം പ്രവർത്തിക്കുന്നത്. സമാജ സേവ, ശബരിമല സേവ സ്വാഭാവികമായിട്ടും ശബരിമലയിൽ വർഷങ്ങളായി നമ്മൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുണ്ട്. അയ്യപ്പ സേവ എന്നുള്ള നിലയിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ വർഷം തന്നെ 62 കേന്ദ്രങ്ങളിൽ അന്നപ്രസാദ കേന്ദ്രങ്ങൾ നമ്മൾ നടത്തിയിരുന്നു. അയ്യപ്പ ദർശനത്തിന് വേണ്ടി ശബരിമലയ്ക്ക് വരുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ടിയിട്ടുള്ള അന്നപ്രസാദ കേന്ദ്രങ്ങളും ഹെൽപ്പ് ഡെസ്കുകളും ഒക്കെ ആയിട്ട് നമ്മൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടത്തി. 3ാമത്തേത് സമാജ സേവ. എങ്ങനെയാണ് ശബരിമല അയ്യപ്പ സേവാ സമാജത്തിന് സമാജ സേവ ചെയ്യാൻ സാധിക്കുക? അതിനുള്ള പ്രവർത്തനം എന്താണ് എന്ന് ചോദിച്ചാൽ, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ സംഘവുമായി ബന്ധമുള്ള പ്രവർത്തകന്മാരാണ്, ആളുകളാണ്. അയ്യപ്പ സേവാ സമാജം സമാജ സേവ എന്നുള്ള നിലയിൽ ഉദ്ദേശിക്കുന്നത് സമാജ പരിവർത്തനമാണ്. സംഘത്തിന്റെ സമാജ പരിവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള നിരവധി പദ്ധതികളുണ്ട്. സംഘത്തിന്റെ ശതാബ്ദി വർഷമാണ്.
ആ ശതാബ്ദി വർഷത്തിൽ നിരവധി പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഏറ്റെടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. ആ സമാജ പരിവർത്തനത്തിനു വേണ്ടിയിട്ടുള്ള അടിസ്ഥാന പ്രവർത്തനമാണ് ശാഖ എന്ന് പറയുമ്പോൾ, ആ ശാഖയിൽ കൂടി പുറത്തേക്ക് വരുന്ന ഉൽപ്പന്നങ്ങൾ സ്വയം സേവകന്മാർ, ആ സ്വയം സേവകന്മാരിൽ കൂടി സമാജ പരിവർത്തനം സാധ്യമാകണമെന്നുള്ളതാണ് സംഘത്തിന്റെ പ്രവർത്തന പദ്ധതിയും ലക്ഷ്യവുമെങ്കിൽ, അയ്യപ്പ സേവാ സമാജം സമാജ പരിവർത്തനത്തിനു വേണ്ടിയിട്ടുള്ള ചാലകശക്തിയായി മാറണമെന്നുള്ളതാണ്. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, എല്ലാ ഗ്രാമങ്ങളിലും അയ്യപ്പ യോഗങ്ങൾ ആരംഭിക്കണം. അയ്യപ്പ യോഗങ്ങൾ സംഘത്തിന്റെ ശാഖ എങ്ങനെയാണ്? അതിന്റെ മറ്റൊരു പതിപ്പാണ്. സംഘത്തിന്റെ ശാഖ കളികളും ശാരീരിക കാര്യക്രമങ്ങളും കളികളും കഥകളും പാട്ടും ഒക്കെ ആയിട്ടാണ് നടക്കുന്നതെങ്കിൽ, അയ്യപ്പ സേവാ സമാജം ഭഗവാൻ അയ്യപ്പനെ മുന്നിൽ നിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുകയാണ്. ഭഗവാൻ അയ്യപ്പന്റെ പേരിൽ അയ്യപ്പ നാമം ജപിച്ചുകൊണ്ട്, കർപ്പൂരാരതി ഒഴിഞ്ഞുകൊണ്ട് ആധ്യാത്മികതയുടെ അന്തരീക്ഷം സൃഷ്ടിച്ച്, സമൂഹത്തിന്റെ ഉള്ളിൽ നിന്നും ചെറുപ്പക്കാർക്കിടയിലെല്ലാം നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ഒരു ആധ്യാത്മിക ചിന്തയുണ്ട്, ആത്മീയ ചിന്തയുണ്ട്. ആ ആത്മീയതയുടെ ഒരു അന്തരീക്ഷം, ആ ഒരു മാനസികാവസ്ഥയിലേക്ക് പുതിയ തലമുറയെ കൊണ്ടുവരികയും, ആ ആധ്യാത്മികതയിലും ആത്മീയതയിലും ഊന്നി നിൽക്കുന്ന ഒരു ഗ്രാമത്തെ സൃഷ്ടിക്കുവാൻ, ആ ഗ്രാമത്തിൽ ഈ അയ്യപ്പ യോഗങ്ങളിൽ കൂടി വലിയൊരു പരിവർത്തനം സൃഷ്ടിക്കണം. അയ്യപ്പ ഗ്രാമങ്ങൾ സൃഷ്ടിക്കണം. അയ്യപ്പ യോഗത്തിന്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അയ്യപ്പ ഗ്രാമങ്ങളാണ്. എന്താണ് ഈ അയ്യപ്പ ഗ്രാമം? ഇതിനാദ്യം ഇട്ടുന്ന പേര് സമരസതാ ഗ്രാമം എന്നായിരുന്നു. സമരസതാ ഗ്രാമം, സാമാജിക സമരസതയുടെയൊക്കെ കാര്യം നമ്മൾ പറയുന്നു. സമരസതയിൽ ഊന്നി നിന്നുകൊണ്ടും വികസിച്ചു വരുന്ന ഒരു ഗ്രാമ സൃഷ്ടിയാണ് അയ്യപ്പ സേവാ സമാജത്തിന്റെ ആത്യന്തിക ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഉപാധിയാണ് അയ്യപ്പ യോഗങ്ങൾ. ഈ അയ്യപ്പ ഗ്രാമം എന്ന് പറയുന്ന വിശാലമായിട്ടുള്ള ഒരു ചിത്രം, ഒരു കാഴ്ചപ്പാട്. ആ അയ്യപ്പ ഗ്രാമത്തെ തുടക്കത്തിൽ നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നു 4 കാര്യങ്ങൾ വേണം ഈ അയ്യപ്പ ഗ്രാമത്തിൽ. തുടക്കം അത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പതിയെ അടുത്ത ഘട്ടത്തിലേക്ക് നമുക്ക് കടക്കാൻ സാധിക്കും. ആ 4 കാര്യത്തിൽ ഒന്ന്, ആ ഗ്രാമത്തിൽ 100 വീടുകൾ അടങ്ങുന്ന ഒരു പ്രദേശത്തെ ഒരു ചെറു ഗ്രാമം എന്ന് സങ്കല്പിച്ചു കഴിഞ്ഞാൽ ചുരുങ്ങിയത് 100 വീടുകൾ, ഹിന്ദു വീടുകൾ. ആ വീടുകളിൽ, ആ 100 വീടുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു അയ്യപ്പ യോഗം ഉണ്ടാവും. അയ്യപ്പ യോഗം ആ വീടുകൾ കേന്ദ്രീകരിച്ച് 100 വീടുകളെയും കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു അയ്യപ്പ യോഗം നടക്കും. 2, ഈ വീടുകളിലെല്ലാം, ഈ 100 വീടുകളിലെങ്കിലും ഭഗവാൻ അയ്യപ്പന്റെ ചിത്രം ഉണ്ടാവണം. നമുക്കറിയാം, നമ്മുടെ എല്ലാ വീടുകളിൽ നിന്നും ഈശ്വരന്മാരുടെ, ഭഗവാന്റെ ചിത്രങ്ങൾ മാറി പല വർണ്ണ ചിത്രങ്ങളും കടന്നു വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ഭഗവാൻ അയ്യപ്പന്റെ ചിത്രം ഉണ്ടാവണം. 3, ഈ വീടുകളിൽ എല്ലാവരും ഒരുമിച്ച് രാവിലെയും വൈകിട്ടും നാമം ജപിക്കുന്ന, വിളക്ക് കൊളുത്തി നാമം ജപിക്കുന്ന, ശരണം വിളിക്കുന്ന സ്വഭാവം ഉണ്ടാവണം. അതിൽ ഒരു നേരമെങ്കിലും കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് നാമം ജപിക്കണം. 4ാമത്തെ കാര്യം, മംഗള സംവാദം നടക്കണം ആഴ്ചയിൽ ഒരു ദിവസം. എന്താ മംഗള സംവാദം? കുട്ടികൾ, അച്ഛൻ, അമ്മ, അപ്പൂപ്പൻ, അമ്മൂമ്മ, ആ വീട്ടിലുള്ള ആ കുടുംബാംഗങ്ങൾ എല്ലാവരും ഒരുമിച്ച് ആഴ്ചയിൽ ഒരു ദിവസം ഒരുമിച്ചിരുന്ന് പരസ്പരം സംസാരിക്കണം. ഉപാധികളില്ലാതെ സംസാരിക്കണം. ഏതെങ്കിലും ഒരു വിഷയം, പഠനകാര്യം അന്വേഷിക്കാനുള്ള സംസാരമല്ല, സാമ്പത്തിക പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനുള്ള സംസാരമല്ല. സ്വാഭാവികമായും എല്ലാ ആഴ്ചയിലും ആ കുടുംബത്തിലെ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഒരു 1/4 മണിക്കൂർ ഒരുമിച്ചിരുന്ന് സംസാരിക്കണം. നമ്മൾ വിചാരിക്കുന്നത് ഇത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മൾ നമ്മുടെ വീടുകളെ കുറിച്ച് ചിന്തിക്കണം. നമ്മുടെ വീടുകളിൽ ഒരുമിച്ചിരിക്കുന്ന, ഒരുമിച്ച് കാണുന്ന രീതി, ഒരുപക്ഷെ ഇരിക്കുന്ന വീടുകൾ ഉണ്ടാവും. പക്ഷെ ഇത് കേരളത്തിൽ പൊതുസമൂഹത്തിൽ, പ്രത്യേകിച്ച് ഹിന്ദു സമൂഹത്തിനുള്ളിൽ ഒരുമിച്ച് കൂടുന്ന, ഒരുമിച്ചിരിക്കുന്ന, ഒരുമിച്ച് ചേരുന്ന സ്വഭാവം നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ ഒരുമിച്ച് കൂടുന്ന, ഒരുമിച്ച് ചേരുന്ന, ഒരുമിച്ച് സംസാരിക്കുന്ന ആ രീതി തിരിച്ചു കൊണ്ടുവരണം. എന്തിനു വേണ്ടിയാണ് ഈ തിരിച്ചുവരവ്? ഇന്ന് കേരളത്തിൽ നമുക്കറിയാം, നമ്മുടെ യുവതലമുറ എത്തിപ്പെട്ടിരിക്കുന്ന വലിയ ഭയാനകമായിട്ടുള്ള ഒരു ചിത്രമുണ്ട്. മദ്യവും മയക്കുമരുന്നും ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദിവസവും നമ്മൾ പത്രത്തിൽ വായിക്കുന്ന വാർത്ത. ഈ കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും 2 ദിവസം മുമ്പ് പത്രത്തിൽ ഒരു വാർത്ത വായിച്ചു, ചാനലുകളിൽ ഒരു വാർത്ത കണ്ടു. എന്താ? കണ്ണൂര് ഒരമ്മയെ മകൻ കഴുത്തറുത്ത് കൊന്നു. സ്വഭാവത്തിൽ ചെയ്താൽ ലഹരിക്ക് അടിമപ്പെട്ട് മനുഷ്യ മനസ്സു മാറി മനുഷ്യനല്ലാതായി മാറുന്ന നമ്മുടെ ചെറുപ്പക്കാർ, യുവാക്കൾ, യുവതലമുറ
ആ യുവാക്കൾ ഇങ്ങനെ വഴിതെറ്റിപ്പോകുന്നു, വഴി മാറിപ്പോകുന്നത് എന്തുകൊണ്ട് എന്ന് ചിന്തിക്കുന്ന സമയത്ത് കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടായിട്ടുള്ള ചെറിയ വിള്ളൽ. നമുക്കറിയാം, നമ്മുടെയൊക്കെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ മുതിർന്ന ആളുകളാണ്. മുതിർന്ന ആളുകൾക്ക് അറിയാം, 40 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ എല്ലാം വീടുകളിൽ 1-2 മുറികളുണ്ട്, അല്ലെങ്കിൽ 2-3 മുറികളുണ്ടെങ്കിൽ പോലും പരസ്പരം കാണാതെ, പരസ്പരം സ്പർശിക്കാതെ അച്ഛനും മക്കളും അപ്പൂപ്പനും അമ്മയും ഒരു ദിവസം കടന്നുപോയി. പരസ്പരം സ്പർശിക്കാതെ, പരസ്പരം സംസാരിക്കാതെ, പരസ്പരം ഒന്ന് ചേർത്തു പിടിക്കാതെ ഒരു കുടുംബത്തിലെ ആളുകൾക്ക് ഒരു ദിവസം കടന്നു പോകാൻ സാധ്യമല്ല. മകനൊന്ന് നോക്കി ചിരിച്ചില്ലെങ്കിൽ, മകനൊന്ന് ചേർത്ത് പിടിച്ചില്ലെങ്കിൽ, മകളൊന്ന് ചേർത്ത് പിടിച്ചില്ലെങ്കിൽ അച്ഛന്റെയും അമ്മയുടെയും മനസ്സ് പകർന്ന് ദേഷ്യപ്പെടുമായിരുന്നു, അടിക്കുമായിരുന്നു, ചീത്ത പറയുമായിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിനേക്കാൾ കൂടുതലായി. പഴയ കാലഘട്ടത്തിൽ അച്ഛനും അമ്മയും ഒരുപാട് ശിക്ഷിക്കുമായിരുന്നു. പക്ഷേ അവരൊന്ന് ചേർത്ത് പിടിക്കുന്ന സമയത്ത് തീരുന്ന വേദനകളെ ഉണ്ടായിരുന്നു. അപ്പൂപ്പനും അമ്മയും കുട്ടികളുടെ ഏറ്റവും വലിയ മാർഗദർശകരായിരുന്നു. അങ്ങനെ ഒരുമിച്ച് ചേർന്ന് ഞങ്ങൾ ഒന്നാണെന്നുള്ള ഭാവത്തോടു കൂടി ആ കുടുംബത്തിലെ എല്ലാവരും ഒരേ മനസ്സോടുകൂടി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്ന ഒരു കുടുംബ ജീവിതമുണ്ട് നമുക്ക്. പരസ്പരം സ്പർശിക്കാതെ ഒരു ദിവസം കടന്നു പോകാൻ സാധിക്കാത്ത കുടുംബമായിരുന്നു നമുക്കുണ്ടായിരുന്നത്. ഇന്ന് വീട് 2-3 നിലകളെത്തി. ഞാൻ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു പ്രവർത്തകന്റെ വീട്ടിലെത്തിയപ്പോൾ വീട് നോക്കിയപ്പോൾ 3 നില വീട്, അതിന് മുകളിൽ ഒരു ടെറസും എല്ലാം കൂടി ഇട്ടിട്ടുണ്ട്. വീട്ടിൽ അച്ഛനും അമ്മയും മാത്രം, മക്കൾ 2 പേരും പുറത്താണ്. 3 നിലയുള്ള വീട്, അതിന് മുകളിൽ ടെറസിന് മുകളിൽ ഡ്രസ് വർക്കും കൂടെ ചെയ്തിരിക്കുന്നത് എന്തിനാ? യോഗ ചെയ്യാനാണ്. വീട്ടിൽ 2 പേരും. ഇത്തരം വീടുകൾ സൃഷ്ടിക്കപ്പെടുന്ന സമയത്ത് തന്നെ കുടുംബങ്ങൾ പരസ്പരം, കുടുംബാംഗങ്ങൾ അകന്നു പോകും. വീടുകൾ വേണ്ട എന്നല്ല, ഒരു വീട്ടിൽ തന്നെ 3-4 വീടുകൾ, കുടുംബങ്ങൾ ഉണ്ടാവുന്നു. 4 പേരാണ് ആകെ വീടുകളിലുണ്ടെങ്കിൽ ആ 4 പേര് 4 കുടുംബങ്ങളായി മാറുന്ന, 4 വീടുകളായി 4 മുറികൾ മാറുന്ന ഒരു സാഹചര്യം. പരസ്പരം കാണാതെ, പരസ്പരം സ്പർശിക്കാതെ, ഒന്ന് ചിരിക്കാതെ, ഒന്ന് ചേർത്ത് പിടിക്കാതെ അച്ഛനും അമ്മയും മക്കളും കടന്നു പോകുന്ന ഒരു അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം കുറച്ച് നാളുകൾക്ക് മുമ്പ് എൻ്റെ വീട്ടിൽ +2 കഴിഞ്ഞിരിക്കുന്ന എൻ്റെ മകൾ സംഘടനാ പ്രവർത്തനത്തിന്റെ തിരക്കിനിടയിൽ നിരവധി കാര്യങ്ങളുമായിട്ട് നിരവധി സ്ഥലങ്ങളിൽ പോയി വരുന്ന സമയത്ത് രാത്രിയാവും, താമസിക്കും. ഒരു ദിവസം വീട്ടിലുള്ള സമയത്ത് മകളും മകനും ഭാര്യയും എല്ലാവരും കൂടി ചേർത്ത് അടുക്കളയിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ പതുക്കെ 18 വയസ്സുള്ള മകളെ ചേർത്ത് പിടിച്ചു. എന്താണ് ഈ പഴയ സ്നേഹമൊന്നും ഇല്ലല്ലോ നിനക്ക് എന്ന് ചോദിച്ചു. ആ ചേർത്ത് പിടിച്ചു കഴിഞ്ഞപ്പോൾ എന്റെ കണ്ണിലേക്ക് നോക്കി, അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഞാൻ സംശയിച്ചു, ഇതിനിപ്പോ കരുതുന്നത്. അപ്പൊ എന്റെ ഭാര്യ എന്നോട് ചോദിച്ചു, എന്തിനാ അവള് കരുതുന്നത്? ഞാൻ ഇപ്പൊ ചോദിക്കണ്ട, നമുക്ക് ചോദിക്കാം. കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ മോളുടെ അടുത്ത് ചോദിച്ചു, എന്തിനാ മോളെ ഈ കരഞ്ഞെന്ന് ചോദിച്ചു. അവൾ ഒന്നുകൂടി കരഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു, എത്ര നാളായി അച്ഛൻ എന്നെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് എന്ന്. ഈ ചോദ്യം കേരളത്തിലെ മുഴുവൻ ചെറുപ്പക്കാരുടെയും കുട്ടികളുടെയും മനസ്സിലുള്ള ചോദ്യമാണ്. നമുക്ക് ചേർത്ത് പിടിച്ചിട്ട്, പ്രായപൂർത്തിയായ മകനെയും മകളെയും ചേർത്ത് പിടിച്ചിട്ട്, തന്റെ സ്വന്തം മകളെയും മകനെയും ചേർത്ത് പിടിച്ചിട്ട് എത്ര നാളായി അച്ഛ എന്ന് ചോദിക്കുന്ന മകളും മകനും കേരളത്തിൽ നമ്മുടെ വീടുകളിൽ ഉണ്ടാകും. ഇതിന്റെ പ്രശ്നം, അപകടം, ഈ കുട്ടികളെ ചേർത്ത് പിടിക്കുവാൻ മറ്റു പലരും വരും. അവർക്കാവശ്യം 50 വർഷം മുമ്പുള്ള കുട്ടികളുടെ അതേ മനസ്സാണ് ഇന്നത്തെ ഈ കുട്ടികളുടെ മനസ്സ്. ആ മനസ്സിനെ നമ്മൾ മാറ്റുന്നതാണ്, നമ്മൾ മാറ്റിമറിക്കുന്നതാണ്. ആ മനസ്സുകളെ ചേർത്തു പിടിക്കുവാൻ, നമ്മുടെ കുട്ടികളെ ചേർത്തു പിടിക്കുവാൻ നമ്മൾ തയ്യാറായില്ലെങ്കിൽ ചേർത്തു പിടിക്കുവാൻ നിരവധി ആളുകൾ വരും. നമ്മളിന്ന് കേരളത്തിൽ ലവ് ജിഹാദിനെതിരെയുള്ള വലിയ പോരാട്ടങ്ങളുടെ ചരിത്രം പറയും, പോരാട്ടങ്ങളുടെ കാര്യം പറയും. ലവ് ജിഹാദ് കേരളത്തിന് നമുക്ക് ഒരു ഭീഷണിയുമല്ല. നമ്മുടെ ഭീഷണി നമ്മൾ ചേർത്തു പിടിക്കേണ്ട മകളെ, നമ്മൾ ചേർത്ത് പിടിക്കേണ്ട മകനെ നമ്മൾ ചേർത്ത് പിടിക്കുന്നില്ല എന്നുള്ളത്. ഈ ചേർത്ത് പിടിക്കുന്നുണ്ടെങ്കിൽ ഒരു ഭീഷണിയും കേരളത്തിൽ ഹിന്ദു സമാജത്തിന് നേരെ ഉണ്ടാകും. എന്റെ മക്കൾ എഴുതിട്ട് പോയില്ല, കാരണം എന്റെ മകൾക്ക് എന്തുണ്ടെങ്കിലും തുറന്നു പറയുവാൻ ഞാനുണ്ട് എന്ന ബോധ്യം അവർക്കുണ്ടാവണം. എപ്പോഴാണോ നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ വീടുകളിൽ, ഇപ്പൊ നമ്മൾ നോക്കിയാൽ സ്വന്തം വീടുകളെ പറ്റി ചിന്തിച്ചു നോക്കിയാൽ അറിയാം. പണ്ട് വീടുകൾക്ക് മുറികൾ ഉണ്ടെങ്കിൽ മുറികൾക്കൊന്നും വാതിലുകൾ ഉണ്ടായിരുന്നില്ല, ഇടമുറികൾക്ക്. ഇനി വാതിലുണ്ടെങ്കിലും അത് അടച്ചു ക്ലോസ് ചെയ്യുന്ന സ്വഭാവം ഉണ്ടായിരുന്നില്ല. ഇന്ന് മക്കൾ കിടക്കുന്ന, മകൻ കിടക്കുന്ന മുറിയിലേക്ക് അച്ഛനോ അമ്മയ്ക്ക് കടന്നു ചെല്ലണമെങ്കിൽ വാതിലിൽ ഒന്ന് തട്ടി അനുവാദം ചോദിക്കണം. ഈ തട്ടി അനുവാദം ചോദിക്കേണ്ട ഒരു സംശയ ദൃഷ്ടി നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന ആ നിമിഷം
അല്ലെങ്കിൽ നമ്മൾ മുട്ടാതെ ആ മുറിയിലേക്ക് കടന്നു ചെല്ലുന്ന സമയത്ത് മകന്റെയോ മകളുടെയോ ചോദ്യം ഉണ്ടാവും, ചോദിച്ചിട്ട് കയറായിരുന്നില്ലേ എന്ന ചോദ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ നിമിഷം നമുക്ക് നമ്മുടെ മക്കളെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് തിരിച്ചറിയുവാൻ സാധിക്കും. ഞാനും നീയും, ഞാനും എൻ്റെ മക്കളും എൻ്റെ ഭാര്യയും അടങ്ങുന്ന ഒരു കുടുംബം എന്നുള്ള ഒന്നാണെന്നുള്ള ആ സങ്കല്പം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് മംഗളസംവാദം. വലിയ സാമൂഹ്യ പ്രവർത്തനം, അയ്യപ്പ സേവാ സമാജം ആരംഭിച്ചിരിക്കുന്ന വലിയ സാമാജിക പ്രവർത്തനമാണ് ഈ മംഗളസംവാദം. സംഘത്തിന്റെ ആഹ്വാനപ്രകാരം നിർദ്ദേശപ്രകാരം ആരംഭിച്ചത് 4 കാര്യങ്ങൾ ഒരു ഗ്രാമത്തിൽ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ 3 കാര്യം: വിളക്ക് കൊടുക്കുക, നാമം ജപിക്കുക, ശരണം വിളിക്കുക, ഭഗവാൻ അയ്യപ്പന്റെ ചിത്രം വയ്ക്കുക, അയ്യപ്പ ഗ്രാമം നടത്തുക. ഇതൊക്കെ ആവാം, അയ്യപ്പ യോഗം നടത്തലൊക്കെ ആവാം. പക്ഷെ എന്റെ വീട്ടിൽ എന്റെ കുട്ടികളെ, എന്റെ കുടുംബാംഗങ്ങളെ ചേർത്ത് പിടിക്കുന്ന ആ മംഗള സംവാദത്തിന് തുടക്കം കുറിക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മൾ ഭഗവാൻ അയ്യപ്പനെ മുന്നിൽ നിർത്തിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഈ അയ്യപ്പ യോഗങ്ങളിൽ നടക്കുന്ന അല്ലെങ്കിൽ കുടുംബങ്ങളിൽ നടക്കുന്ന ഈ മംഗള സംവാദം ഇന്നെന്റെ വീട്ടിൽ ആരംഭിച്ചു കഴിഞ്ഞാൽ നാളെ കുറച്ച് ദിവസങ്ങൾ കഴിയുന്ന സമയത്ത് തൊട്ടടുത്ത 3-4 വീട്ടുകാരെ കൂടി ചേർത്തുകൊണ്ട് നടത്തണം. മാസത്തിലൊരിക്കൽ 2 മാസം കൂടുമ്പോൾ ആ പ്രദേശത്തുള്ള 19 വീട്ടുകാരെ ചേർത്തുകൊണ്ട് നടത്തണം മംഗള സംവാദം. ഇത് ആ ഗ്രാമ പരിവർത്തനത്തിന്റെ, സമാജ പരിവർത്തനത്തിന്റെ വലിയ തുടക്കമായി മാറും. ഈ കാലഘട്ടത്തിലെ വലിയ ഒരു വിപ്ലവത്തിന്, സാമാജിക വിപ്ലവത്തിന് അയ്യപ്പ സേവാ സമാജം തുടക്കം കുറിക്കുകയാണ്. സാമാജിക വിപ്ലവം നവോത്ഥാന നായകന്മാരുടെ കാലഘട്ടം കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഈ കാലഘട്ടത്തിലെ നവോത്ഥാന പ്രവർത്തനം എന്ന് പറയുന്ന ഒരു വ്യക്തി നടത്തുന്നതല്ല, നടത്തേണ്ടതല്ല. ഈ കാലഘട്ടത്തിലെ സാമാജിക പ്രവർത്തനം എന്ന് പറയുന്നത്, ഈ കാലഘട്ടത്തിലെ നവോത്ഥാന പ്രവർത്തനം എന്ന് പറയുന്നത് സമാജത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മളെ പോലുള്ള സംഘടനകൾ നടത്തേണ്ട നവോത്ഥാന ശ്രമങ്ങളാണ്. ഒരു 10-15 വർഷങ്ങൾ കഴിയുമ്പോൾ കേരളത്തെ കേരളമായി നിലനിർത്തുവാൻ, ഹിന്ദു സമാജത്തെ ഹിന്ദു സമാജമായി നിലനിർത്തുവാൻ ഇത്തരം നവോത്ഥാന പരിശ്രമങ്ങളും സാമൂഹ്യ വിപ്ലവങ്ങളും, ഇതിനെ വിപ്ലവം എന്ന് വിളിക്കാമോ എന്ന് എനിക്കറിയില്ല, പക്ഷെ വിപ്ലവം തന്നെയാണ് ഈ കാലഘട്ടത്തിൽ ഈ നമ്മുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന യുവതലമുറയെ തിരിച്ചുപിടിക്കുവാൻ, യുവാക്കളെ തിരിച്ചുപിടിക്കുവാൻ, നമ്മിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ അതിനുള്ള പരിശ്രമങ്ങൾ നടക്കേണ്ട കാലഘട്ടമാണ്. അയ്യപ്പ സേവാ സമാജം അതിനു വേണ്ടിയിട്ട് കൂടിയാണ് പ്രവർത്തിക്കുന്നത്. അയ്യപ്പ സേവാ സമാജം പ്രവർത്തിക്കുന്നത് ഭഗവാൻ അയ്യപ്പൻ എന്ന് പറയുന്ന ഒറ്റ ആദർശത്തെ മുന്നിൽ നിർത്തിയിട്ടാണ്. ഭഗവാൻ അയ്യപ്പൻ സമരസതയുടെ പ്രതീകമാണ്. സമരസതയുടെ 18 മലകളിൽ നടന്ന് 18 പടിയും കടന്ന് നമ്മൾ മുകളിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത്, സന്നിധാനത്തേക്ക് ചെല്ലുന്ന സമയത്ത് അവിടെ തത്വമസി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. തത്വമസി വലിയ വ്യാഖ്യാനങ്ങളുണ്ട് അതിനെ കുറിച്ചിട്ട്, വലിയ വ്യാഖ്യാനങ്ങളും വിശകലനങ്ങളും വിശദീകരണങ്ങളും ഒക്കെ ഉണ്ട്. ആശയം ഒന്നേ ഉള്ളൂ: എന്നിലും നിന്നിലുമുള്ള ചൈതന്യം അതൊന്നു തന്നെയാണ്. എന്നിലും നിന്നിലുമുള്ള ചൈതന്യം എന്ന് പറയുന്ന അയ്യപ്പൻ എന്ന് പറയുന്ന ആ ഒറ്റ ചൈതന്യമാണ്, ഈശ്വര ചൈതന്യമാണ്, ആത്മ ചൈതന്യം എന്ന് പറയുന്നത് അയ്യപ്പനാണ്. ആ ഒരു ചൈതന്യം എന്നിലും നിന്നിലുമുള്ളത് ഒന്നാണെങ്കിൽ ഞാനും നീയും ഒന്നാണ്. എന്നിലും നിന്നിലും യാതൊരു വ്യത്യാസവുമില്ല. നമ്മുടെയൊക്കെ പേരുകൾ വ്യത്യാസം ഉണ്ടാവും, നമ്മൾ ജീവിക്കുന്ന രീതികൾക്ക് വ്യത്യാസം ഉണ്ടാവും, സാമ്പത്തിക അവസ്ഥയ്ക്ക് വ്യത്യാസം ഉണ്ടാവും, വിദ്യാഭ്യാസ രംഗത്ത് വ്യത്യാസം ഉണ്ടാവും. പക്ഷേ എന്നിലും നിന്നിലുമുള്ള ചൈതന്യം എന്ന് പറയുന്നത് അതൊന്നാണ്. എന്നിൽ പ്രകാശിക്കുന്ന, എന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ആത്മചൈതന്യം എന്ന് പറയുന്നത് അത് നിന്റെ ഉള്ളിലുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് മറ്റൊരാളെ വേറൊരാളായി കാണാൻ, മോശക്കാരനായി കാണാൻ, കുഴപ്പക്കാരനായി കാണാൻ സാധ്യമല്ല. ഞാൻ തന്നെയാണ് നീയും. ആ ഒരു ചിന്തയോടുകൂടി കാണുവാൻ പറ്റുന്ന രീതിയിൽ പ്രവർത്തിക്കുക. എന്റെയും നിന്റെയും ഉള്ളിലുള്ള ചൈതന്യം അത് ഒന്നാണ് എന്നുള്ള സങ്കല്പത്തോടുകൂടി ആ ആത്മചൈതന്യത്തെ, കേരളത്തിന്റെ ഒരു പ്രത്യേകത, ഭഗവാൻ അയ്യപ്പന്റെ ഒരു പ്രത്യേകത, ഭഗവാൻ അയ്യപ്പൻ കലിയുഗ വരദനാണ്. ഈ കലിയുഗ വരദൻ എന്ന പദത്തിന്റെ തന്നെ പ്രാധാന്യം, കലിയുഗത്തിലെ ഏക ഈശ്വര സങ്കല്പമാണ് അയ്യപ്പൻ. നിരവധി ഈശ്വര ചൈതന്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്, കേരളത്തിലുണ്ട്, ഭാരതത്തിലുണ്ട്. അതിൽ കലിയുഗത്തിലെ ഈശ്വര അവതാരം എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നത് ഭഗവാൻ അയ്യപ്പനാണ്. അത് കേരളത്തിന്റെ സ്വന്തമാണ് അയ്യപ്പൻ. കേരളത്തിന്റെ സ്വന്തമാണ് അയ്യപ്പൻ. മുഴുവൻ മലയാളിയുടെയും ഉള്ളിൽ, മുഴുവൻ മലയാളിയുടെയും ഹൃദയത്തിൽ അവൻ അറിയാതെ അയ്യപ്പനുണ്ട്. മുഴുവൻ മലയാളിയുടെയും. എന്തുകൊണ്ടാണ് കേരളത്തിൽ അയ്യപ്പനെ മുന്നിൽ നിർത്തിയിട്ടുള്ള ഒരു സമരവും, അല്ലെങ്കിൽ ഭഗവാൻ അയ്യപ്പന്റെ കാര്യങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ഒരു സമരവും പരാജയപ്പെടാത്തത് എന്തുകൊണ്ട്? മറ്റു പലതും പരാജയപ്പെടുന്നുണ്ടെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഒരു സമരവും ഇന്നേ വരെ പരാജയപ്പെട്ട ചരിത്രമില്ല. എന്തുകൊണ്ടാണ്?
മുഴുവൻ കേരളീയന്റെയും മലയാളിയുടെയും ഉള്ളിൽ അയ്യപ്പനുണ്ട് എന്നുള്ളത് കൊണ്ട് അതിൽ രാഷ്ട്രീയമില്ല, അതിൽ ഭേദവ്യത്യാസമില്ല. മുഴുവൻ മലയാളിയും അയ്യപ്പനെ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഏത് ഗ്രാമത്തിൽ ഏത് കാലഘട്ടത്തിലും പോയി ഞാൻ ഉറക്കെ സ്വാമിയെ എന്ന് വിളിച്ചാൽ ശരണമയ്യപ്പ എന്ന് പറയുവാൻ ഒരു 10 പേരുണ്ടാവും. ഏത് ഗ്രാമത്തിലും, ഏത് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുന്ന മേഖലയായിക്കോട്ടെ, ഏത് പ്രദേശങ്ങളായിക്കോട്ടെ, പക്ഷെ സ്വാമിയെ എന്ന് വിളിച്ചാൽ ശരണമയ്യപ്പ എന്ന് തിരിച്ചു വിളിക്കുവാൻ പറ്റുന്ന ആളുകൾ ഓരോ ഗ്രാമങ്ങളിലും. അത്രമാത്രം കേരളത്തിന്റെ ഗ്രാമങ്ങളിൽ, കേരളത്തിന്റെ മലയാളികളുടെ മനസ്സിന്റെ ഉള്ളിൽ അയ്യപ്പനുണ്ട്. ഈ അയ്യപ്പന്റെ മുന്നിൽ നിർത്തിയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ആ പ്രവർത്തനം സമരസതയ്ക്ക് വേണ്ടിയിട്ടാണ്, സമാജ പരിവർത്തനത്തിന് വേണ്ടിയിട്ടാണ്. ഞാനും നീയും ഒന്നാണെന്നുള്ള സങ്കല്പത്തിൽ, എന്റെ കുടുംബത്തിൽ ഞാൻ ഒന്നാണെന്നുള്ള, നമ്മൾ ഒന്നാണെന്നുള്ള സങ്കല്പം കൊടുത്തുകൊണ്ട്, എന്റെ കുടുംബത്തിൽ നിന്നും സമാജത്തിലേക്ക് ആ സങ്കല്പത്തെ പകർന്നു കൊടുത്തുകൊണ്ട് സമാജത്തെ ഒന്നായി ചേർക്കുവാൻ, ഒന്നായി നിർത്തുവാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനത്തിൽ കൂടി സമാജ സംരക്ഷണം, സമാജത്തെ, ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തെ രാഷ്ട്രോന്മുഖമായി വളർത്തുക എന്നുള്ള ചിന്തയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ലക്ഷ്യം. അതിന് അയ്യപ്പ സേവാ സമാജത്തിന്റെ അടിസ്ഥാന പ്രവർത്തനമായിട്ട് അയ്യപ്പ യോഗങ്ങൾ, ആ അയ്യപ്പ യോഗങ്ങൾ എല്ലാ ഗ്രാമങ്ങളിലും ആരംഭിക്കണം, എല്ലാ പ്രദേശങ്ങളിലും ആരംഭിക്കണം. ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെ അതിന്റെ ചുമതലയിലേക്ക്, പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുവരണം. ഈ കഴിഞ്ഞ ദിവസം പെരുമ്പാവൂർ താലൂക്കിൽ ഈ അയ്യപ്പ യോഗ പ്രവർത്തനം ആരംഭിക്കുന്ന സമയത്ത്, കഴിഞ്ഞ കുറച്ച് നാളുകൾ ആരംഭിക്കുന്ന സമയത്ത് എല്ലാവരും പറഞ്ഞു ഇത് നടക്കുമോ? അവിടെ കഴിഞ്ഞ മണ്ഡലകാലത്ത് 41 ദിവസവും 41 വീടുകളിൽ രാമായണ മാസം എങ്ങനെ ആചരിക്കുന്നു അതുപോലെ 41 വീടുകളിൽ 41 ദിവസം തുടർച്ചയായി അയ്യപ്പ യോഗം നടത്തി. ഇന്ന് സമ്പൂർണ്ണ താലൂക്കാണ്. എല്ലാ പഞ്ചായത്തുകളിലും അയ്യപ്പ യോഗം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ നമ്മുടെ എല്ലാം ഈ തിരുവനന്തപുരം മഹാനഗരത്തിലും തിരുവനന്തപുരം ജില്ലയിലും എല്ലാ മേഖലകളിൽ കൂടെയും അയ്യപ്പ യോഗങ്ങൾ ആരംഭിച്ച് ഭഗവാൻ അയ്യപ്പനെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു ആധ്യാത്മിക പ്രവർത്തനം, ഒരു സാമൂഹ്യ പരിഷ്കരണം, സാമൂഹ്യ പ്രവർത്തനം ഈ കാലഘട്ടത്തിന്റെ ആവശ്യകതയാണ്. ഇനിയൊരു അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുദേവനും മന്നത്ത് പത്മനാഭനും വരാൻ വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല. നാം എല്ലാം ഈ ആധ്യാത്മിക സാമൂഹ്യ മുന്നേറ്റത്തിൽ നാം എല്ലാവരും നവ സാമൂഹ്യ പരിഷ്കർത്താക്കളായി മാറണം. ആ നവോത്ഥാന പ്രവർത്തനത്തിൽ അയ്യപ്പ സേവാ സമാജത്തിന്റെ പ്രവർത്തകരായി നിന്നുകൊണ്ട് വിശ്രമമില്ലാതെ നിരന്തരം തുടർച്ചയായി ഈ സാമൂഹ്യ പ്രവർത്തനം നമ്മൾ എല്ലാവരും ചെയ്യണമെന്നുള്ളത് മാത്രമാണ് ഈ സമയത്ത് പറയാനുള്ളത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.